ഇത് ലെവൽ വേറെയാണ് കേട്ടാ. നമ്മുടെ ഗുണകൂട്ടന്മാര് നമുക്ക് വേണ്ടി അനുസരിക്കുന്ന ദൃശ്യവിസ്മയമാണ്. കാണും മക്കളെ, കാണും. എന്തിനു പറയണ്, യവന്മാര് പുലിയാണ് കേട്ടാ. സ്നേഹമുള്ള കായികപ്രേമികളെ, അല്പസമയങ്ങൾക്കകം തന്നെ ഈ ഫൈനൽ മത്സരത്തിലേക്ക് നമ്മുടെ കണ്ണും കാതുമെല്ലാം കടക്കും. തുഴക്കാരെല്ലാം തന്നെ തയ്യാറെടുത്തു കഴിഞ്ഞു. സ്റ്റാർട്ടിംഗ് സിഗ്നലിന് വേണ്ടി ട്രാക്കിൽ കാത്തു നിൽക്കുകയാണ് 4 ചുണ്ടൻ വള്ളങ്ങളും. 1-ാം ട്രാക്കിൽ കാരിച്ച, 2-ാം ട്രാക്കിൽ നടുഭാഗം, 3-ാം ട്രാക്കിൽ ചമ്പക്കുളം, 4-ാം ട്രാക്കിൽ ദേവാമൃതം. എല്ലാ വള്ളങ്ങളുടെയും വീട്ടുകപ്പുകൾ വളരെ വീരോടും വാശിയോടും കൂടി തിളച്ചു നിൽക്കുകയാണ്. ഈ വർഷത്തെ നെഹ്റു ട്രോഫിക്ക് ഒരു വലിയ പ്രത്യേകത കൂടിയുണ്ട്. പുതിയ ചുണ്ടനായ ദേവാമൃതവും ഇക്കുറി നെഹ്റു ട്രോഫിയിൽ മുത്തമിടാൻ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ദേവാമൃതത്തെ നയിക്കുന്നത് പ്രവാസി ക്ലബാണ്. സൗദി അറേബ്യയിൽ ജോലി ചെയ്യുന്ന ഒരുപറ്റം ചുണക്കൂട്ടന്മാരായ ചുണ്ടൻവാള ജലോത്സവ പ്രേമികളാണ്. ഇവരാണ് ദേവാമൃതം ചുണ്ടനിൽ ഇത്തവണ തുഴയെറിയുന്നത്. അതാ പുന്നമടക്കായലിനെ കുളകച്ചാട്ടണിയിക്കുവാൻ എല്ലാ വള്ളങ്ങളും സ്റ്റാർട്ടിംഗ് പോയിന്റിൽ തയ്യാറായി നിൽക്കുന്നു. ഒരുപാട് പെരുമയും ചരിത്രങ്ങളും പറയാനുള്ള വള്ളങ്ങൾ 2020 കാരിച്ചാലും, 2021 ചമ്പക്കുളവും, 2023 നടുഭാഗവും, 2024 പായിപ്പാടനും. ഇനി 2025 ആരാണ് പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ ഒപ്പുപതിഞ്ഞ ഈ വലിയ ട്രോഫി കരസ്ഥമാക്കുന്നത് എന്ന് ഒരു രീതിയിൽ പ്രവചിക്കുവാനാവാത്ത അവസ്ഥ. സൗദി മലയാളികൾ കൊണ്ടുപോകുന്നു, അത് പ്രഗത്ഭരായ ക്ലബ്ബുകൾ കൊണ്ടുപോകുന്നു. ഒന്നും പറയാൻ പറ്റാത്ത ഒരവസ്ഥയാണ് നമ്മൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. കലാപ്രേമികളെ, വിദേശികളും സ്വദേശികളും പ്രവാസി മലയാളികളും ഒന്നടങ്കം വന്നിരിക്കുകയാണ്. ഒക്ടോബർ 3 നടക്കുന്ന ഈ ജലമേള കണ്ട് ആസ്വദിക്കുവാൻ ആണെന്നോ പെണ്ണെന്നോ കുഞ്ഞെന്നോ കുട്ടിയെന്നോ ഇല്ലാതെ എല്ലാവരും ഒരുമിച്ച് ആർപ്പോയും ആവേശവും വിളിക്കുന്ന മനോഹരമായ കാഴ്ച. ജലോത്സവക്കാണികള് ഇതാ ചുണ്ടൻ വള്ളങ്ങൾ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നും ഒരു വലിയ വെടിയക്ഷയോടുകൂടി വിട്ടുകഴിഞ്ഞിരിക്കുന്നു. അതാ 4 ചുണ്ടൻ വള്ളങ്ങളും പാലഞ്ഞു വരുന്നു. ഇവിടെ നിന്ന് നോക്കിയാലും ഉടനെന്ന് മാത്രമായി കുഞ്ഞുങ്ങളെ കാണുന്നു. ഒഴുകിൽ നിന്നും നിൽക്കുന്ന വെള്ളത്തുള്ളികളാൽ പ്രദേശമാകെ ഇരുട്ടിരിക്കുന്നു. എല്ലാവരും
കടലിലെ എല്ലാം നിറയുന്ന ടൈമുള്ള ഒരു വെടിവെച്ച് നിൽക്കുന്ന 4 ചൂടുമ്പോഴാണ് അത് ഒന്നാം ബ്രാക്കിലെ കാലിച്ചാലാണോ, രണ്ടാം ബ്രാക്കിലെ നടപ്പാക്കമാണോ, മൂന്നാം ബ്രാക്കിലെ സമ്പർക്കമാണോ, അത് 4ാം ബ്രാക്കിലൂടെ ചീർപ്പാങ്ങളുടെ ദേവാകുലമാണോ തെറ്റത്തിലേക്ക് കൈയെടുക്കുന്നത് ഒന്നും പ്രവചിക്കുന്നതല്ലാത്ത വലിയൊരു കാഴ്ച. ആവേശങ്ങൾ മുഴുവൻ അവരുടെ തുഴകളിൽ ആവാഹിച്ചുകൊണ്ട് ഇഞ്ചോടിഞ്ച് വ്യത്യാസത്തിൽ ഓരോ വളങ്ങൾ കുതിക്കുകയാണ്. പുന്നമടയുടെ ഓളങ്ങളെ വലിച്ചു മുറിച്ചുകൊണ്ട് സുനാമി വരുന്നത് പോലെ ഉയർന്നു വരുന്ന 4 ചൂടുവെള്ളങ്ങൾ വള്ളങ്ങൾ ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ ഫിനിഷിംഗ് പോയിന്റിലേക്ക് കുതിച്ചു വരുന്നതായിരിക്കും. എത്ര പരാജയങ്ങൾ, എത്ര വിജയങ്ങൾ കണ്ട പുന്നമട ഫിനിഷിംഗ് പോയിന്റ് ഇത് 2020 വീണ്ടും കാത്തിരിക്കുന്നു. അതാ ചമ്പക്കുളം കയറി വരുന്നു, ചമ്പക്കുളം കയറി വരുന്നു. അതാ പ്രവാസിക്കുണ്ടനായ ദേവാമൃതം വിജ്ഞപ്പിനെ പോലെ തൊട്ടുപുറകിൽ എല്ലാവരും ആകാംക്ഷയുടെ മുമ്പിൽ നിൽക്കുന്ന വളരെ മനോഹരമായ ഒരു കാഴ്ച. അതാ 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 ചമ്പക്കുളത്തിലെ കടത്തിലെത്തി പ്രവാസി മലയാളികൾ ദേവാമൃതം ഒന്നാമതായി കുടിക്കുന്നു. അതാ അതാ പ്രവാസിക്കുണ്ടനായ ദേവാമൃതം അതാ ഒന്നാമതായി കുടിക്കുന്നു. മനോഹരമായ കാഴ്ച, കുടികാലത്തെ പ്രേമിടിപ്പായ ഉത്സവം. അതാ അതാ നമ്മൾ തകരുന്ന ആ നിമിഷം ചമ്പക്കുളത്തിലെ ഒരു വലപ്പാടകയാക്കിക്കൊണ്ട് പ്രവാസിക്കുന്ന കുടിയേറിഞ്ഞ പുതിയ ചുണ്ടൻ വള്ളം ദേവാമൃതം ഫിനിഷിംഗ് പോയിന്റിൽ ഒന്നാമതായി വിജയിച്ചിരിക്കുന്നു. അതാ കായികപ്രേമികളെ നമ്മൾ പുന്നമട കാണുന്ന ആദ്യത്തെ പ്രവാസികൾ നയിക്കുന്ന നമ്മുടെ ചുണ്ടൻ ദേവാമൃതം. അതാ കായികപ്രേമികളെ അങ്ങനെ 2025 നെഹ്റു ട്രോഫി സൗദി അറേബ്യൻ മണ്ണിലേക്ക് ദേവാമൃതം ചുണ്ടൻ കുടിയേറിയ എല്ലാവർക്കും അഭിനന്ദനങ്ങൾ, ആശംസകൾ. നെഹ്റു ട്രോഫി വള്ളങ്ങളുടെ ചരിത്രം മാറ്റിയെഴുതിക്കൊണ്ട് ഈ വർഷം ദേവാമൃതം ചുണ്ടൻ കപ്പിൽ മുത്തമിട്ടിരിക്കുന്നു. അതാ ജവഹർലാൽ നെഹ്റുവിന്റെ കയ്യൊപ്പൊടിഞ്ഞ ഈ വെള്ളി ട്രോഫി അതാ സൗദി അറേബ്യൻ മണ്ണിലേക്ക് അതാ പ്രവാസി ചുണക്കുട്ടന്മാർ അതാ ഇത്തവണ 2025 നെഹ്റു ട്രോഫി കപ്പ് അതാ ദേവാമൃതം ചുണ്ടൻ കരസ്ഥമാക്കിയിരിക്കുന്നു. എല്ലാവർക്കും അഭിനന്ദനങ്ങൾ, ആശംസകൾ. ഈ മത്സരത്തിൽ വിജയം കൈവരിച്ച ദേവാമൃതം ബോട്ട് ക്ലബിന് നെഹ്റു ട്രോഫി നൽകുന്നതിനായി ദേവാമൃതത്തിന്റെ പ്രിയപ്പെട്ട അനുജിയെ ക്ഷണിച്ചുകൊള്ളുന്നു.